കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അസ്ർ ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണപ്പെട്ട ഉസ്താദിനെയാണ് നമ്മൾ എല്ലാവരും ഈ കാണുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏത് മുഅ്മിനിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമായ ഷഹാദത്തിന്റെ ഓരോ വരികളും നാവിലൂടെ ഓടുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പള്ളിയിൽ അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തുമായിരുന്നു ആ ഉസ്താദ് അദ്ദേഹം മരണപ്പെട്ടതുപോലും. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീൻ, ഏത് പ്രവൃത്തിയുടെയും ഏത് അമലിന്റെയും കണക്കെടുക്കുന്നത് അതിന്റെ അവസാനത്തെ ഘട്ടം എങ്ങനെയാണോ എന്ന് നോക്കിയിട്ടാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അതായത് അന്തിമ വിജയം അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകളിൽപ്പെട്ട ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ ആ നന്മയുടെ ഭാഗത്ത് ആ അടിമയെ ഉപയോഗിക്കും എന്നതാണ്. അപ്പോൾ സഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എങ്ങനെ ഉപയോഗിക്കും എന്നതാണെന്ന്. അപ്പോൾ അള്ളാഹിന്റെ ഹബീബ് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, യുവഫിഖുഹു ലിഅമലിൻ സാലിഹൻ ഖബല മൗതി തുമ്മ യഖ്ബിലുഹു അലൈഹി, അതായത് അല്ലാഹു സുബ്ഹാനഹു തആല ആ അടിമയ്ക്ക് ഒരു നന്മ ചെയ്യാനായിട്ട് ഒരു അവസരം നൽകുകയും ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ അടിമയുടെ റൂഹിനെ അല്ലാഹു തആല പിടിക്കുകയും ചെയ്യും. അതായത് ആ അടിമ മരിക്കുന്ന സമയത്ത്, ആ അടിമയുടെ അന്തിമ സമയത്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ മരണം സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നതാണ്. ഇത്തരത്തിലുള്ള ഓരോ മരണങ്ങളും, അതായത് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള മരണം, പരിശുദ്ധമായ റൗദ ഷരീഫിലെ മരണം, പരിശുദ്ധമായ ഹറം ഷരീഫിലെ മരണം, റമദാൻ മാസത്തിലെ മരണം, തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴുള്ള മരണം, ഇതുപോലുള്ള നല്ല നല്ല ഓരോ മൂമെന്റ്സിലും നല്ല ഓരോ സമയങ്ങളിലും മരണപ്പെടുന്ന ഓരോ മരണങ്ങളും, ഇത്രയും ഉത്തമമായ ഓരോ മരണങ്ങളും അല്ലാഹു തആല ഈ ഭൂമിയിൽ കുറച്ച് ജനങ്ങൾക്ക് മാത്രം, കുറച്ച് ആളുകൾക്ക് മാത്രം അള്ളാഹു തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മരണവും നമ്മുടെ ആഖിബത്തും ഇതുപോലെ നല്ലൊരു ആഖിബത്താക്കി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ.